ഇനി കേരളയല്ല, സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. എന്നാൽ പേരുമാറ്റം CPIM-ഉം BJP-യും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശിച്ചു. പശ്ചിമബംഗാളിന്റെ പേര് മാറ്റണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നും മമത ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ചരിത്രപരമായ തീരുമാനം. ദീർഘകാലമായുള്ള ആവശ്യമാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. तब से एक बड़ी डिमांड थी कि केरला का नाम केरलम होना चाहिए. आज यूनियन कैबिनेट ने अप्रूवल दिया. പേരുമാറ്റത്തിനായി കേരള പേരുമാറ്റ ബിൽ 2026 രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയ്ക്ക് അയക്കുമെന്നും സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടിയ ശേഷം കേന്ദ്ര സർക്കാർ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പേരുമാറ്റത്തിനായി പാർലമെന്റും ബില്ല് പാസാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിനു പകരം കേരളം എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം 2023 ഓഗസ്റ്റ് 9 സംസ്ഥാന നിയമസഭ പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. സാങ്കേതിക വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചു. തുടർന്നാണ് 2024 ജൂൺ 24 സംസ്ഥാന നിയമസഭ ഐകകണ്ഠമായി വീണ്ടും പ്രമേയം പാസാക്കിയത്. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യുന്നതിന് ഭരണഘടനാ അനുച്ഛേദം 3 അനുസരിച്ച് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് പ്രമേയം. നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെയാണ് ഈ ആവശ്യത്തിന് അനുകൂലമായ തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംസ്ഥാനത്തിന്റെ പേരുമാറ്റം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.